സിനിമയിൽ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി നല്ല. ഇത് ശരിക്കും ഒരു അമ്പലത്തിന്റെ കഥയല്ല ഞാൻ ഇതുവരെ ശ്യാമിനോട് പറഞ്ഞത്. ഇതൊരു വിശ്വാസത്തിന്റെ കഥയാണ്. പ്രത്യേകിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ വരുന്നവർക്ക് നല്ലൊരു അനുഭവമായിരിക്കും. ഹായ് ശ്യാം. എത്തില്ലേ? നമ്മളിന്നൊരു പ്രത്യേക സ്ഥലത്തേക്ക് പോവാണ്. ഒരു അമ്പലത്തിലാണ്. അമ്പലത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് സിനിമകൾ ഷൂട്ടിംഗ് ചെയ്ത, പഴയകാല സിനിമകൾ ഷൂട്ടിംഗ് ചെയ്തൊരു നല്ല പേര് കേട്ട ഒരു അമ്പലമാണ്. ഓ ശരി. ബാലകൃഷ്ണേട്ടൻ, നമ്മളിപ്പോൾ അഞ്ചുമൂർത്തി മംഗലത്തുള്ള ശ്രീ മണങ്ങോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അല്ലേ? അതെ. എന്താണ് ഈ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഇതിൻ്റെ ഐതിഹ്യം, ഇതിൻ്റെ ചരിത്രമൊക്കെ എന്താണെന്ന് പറഞ്ഞു തരുമോ? ഓക്കെ. ഇതിൻ്റെ ഐതിഹ്യം പറഞ്ഞാൽ പണ്ട് കാലത്ത് ഈ ചുറ്റുവട്ടം മുഴുവൻ കൃഷിക്കാരായിരുന്നു. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെൽകൃഷിക്കാർ. അപ്പോൾ അവർ പണ്ട് കാലങ്ങളിൽ അവർക്ക് ഒരുപാട് മഴ പെയ്തിട്ടോ അല്ലെങ്കിൽ ഓവർ വേനൽക്കാലം ആകുമ്പോൾ കൃഷികളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ അമ്പലത്തിൻ്റെ ഇത് വെച്ചിട്ട് ഒരു ചെറിയൊരു തിരി തെളിഞ്ഞു. അപ്പോൾ അവർ നോക്കിയപ്പോൾ ആ തിരി കെടാത്ത രീതിയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ സങ്കല്പിച്ചത് ഇതൊരു ഈശ്വര ചൈതന്യം ഉണ്ടെന്നും ആ ഈശ്വര ചൈതന്യം കൊണ്ടാണ് ഇവിടെ തിരി വന്നതെന്നും പറഞ്ഞിട്ട് അവരുടെ സങ്കടങ്ങളൊക്കെ ഈ ദേവിയോട് വന്ന് പറയുകയും ആ ദേവി അവിടെ തന്നെ ഓരോ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു വേല നടക്കും. അപ്പം അന്ന് ആ ദിവസമാണ് ഇവിടെ പ്രത്യേക ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിലെ വേലകൾ തുടങ്ങുന്നത് പാടൂർ ജനനം മംഗലം മരണം എന്നാണ്. അപ്പോൾ ഇത് അവസാനത്തെ വേലയാണ്. അപ്പോൾ അങ്ങനെ മംഗലം വേല. അപ്പോൾ അതിൽ പെടുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. പിന്നെ ഇതിൽ ആളുകൾ അന്ന് കൃഷിയെല്ലാം നാശനഷ്ടം വന്നപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവർക്ക് അഭിവൃദ്ധി വരികയും കൃഷിയിടങ്ങളൊക്കെ നന്നായിട്ട് അവർക്ക് അതിൻ്റെ വരുമാനം കിട്ടുകയും ചെയ്തപ്പോൾ ഈ ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുത്തെ ആളുകൾ അത് പൂജയും വഴിപാടുകളും നടത്തുന്നത്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പൂജകളും, രാവിലെ പ്രത്യേക പൂജയും അതുപോലെ തന്നെ വൈകുന്നേരം ദീപാരാധനയും അതെല്ലാം നടത്തി. ഇതിൽ കുറേ കാലത്തിന് മുമ്പ് ഇത് ഫുൾ നാട്ടിൻ പ്രദേശമായതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകൂട്ടങ്ങളാണ് ഇവിടെ തീരുമാനം എടുക്കുക ഒരു കാലം വരെ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം, അപ്പോൾ അതിനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ അത് പരിഷ്കാരം മാറി അതെല്ലാം പോയി ഇപ്പോൾ ഇവിടുത്തെ ആളുകൾ ഈ വേലയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന ആഘോഷം. ഈ അമ്പലത്തിനോട് ചേർന്നിട്ട് ഇവിടെ ഇതെന്താ കാണുന്നത്? ഇത് ചെറിയ ധർമ്മശാസ്ത്രം അയ്യപ്പൻ. അപ്പോൾ മാല ഇടുന്നവരും മാല ഊരുന്നവരൊക്കെ ഇവിടെ വന്നിട്ടാണ് കെട്ട് നിറച്ച് പോവുക. അപ്പോൾ അതൊരു അയ്യപ്പൻ്റെ ഒരു പ്രതിഷ്ഠയാണ്. കണ്ടോ, നമുക്കൊന്ന് തൊഴുകാം. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രമാണ്. ഈ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിനോടൊപ്പം എല്ലാ അമ്പലങ്ങളിലും ഉള്ള പോലെ ഇവിടെ നാഗത്തിൻ്റെ പ്രതിഷ്ഠയുണ്ട്. അയ്യപ്പൻ്റെ അടുത്ത് നാഗം, അതാണ് നാഗത്തിൻ്റെ നാഗം. കണ്ടോ, നാഗത്തിൻ്റെ ഇതുണ്ട്. ഇപ്പോൾ ക്ഷേത്രം രാവിലെ 5:30 മുതൽ 9 മണി വരെയാണ്, 9:30 വരെ. പായസം അങ്ങനെ വഴിപാടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ 8:30 ശേഷം പായസമൊക്കെ കിട്ടും. വൈകുന്നേരം 7 മണി വരെ ഉണ്ട്. പണ്ടത്തെ ആ ഒരു കൺസ്ട്രക്ഷൻ, പണ്ടത്തെ അതേ രീതിയിലുള്ള ഒരു ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാടത്ത് വെച്ചിട്ടായിരുന്നു മരുന്ന് പണി നടക്കുക. ഇതാണ്ട് ഈ പാടം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് മരുന്ന് പണി നടക്കുക. അന്ന് കൃഷിയൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഉള്ള സമയമാണ് ആളുകൾ ഇത് ആഘോഷിക്കുക. പിന്നെ ഇതിന് തൊട്ടടുത്ത് ചെറുബ ഭഗവതി ഉണ്ട്. ചെറുബ ഭഗവതിയുടെ കോൺസെപ്റ്റ് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ കണ്ണമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത്, കണ്ണമ്പ്ര പറഞ്ഞ സ്ഥലത്ത് ഒരു ദേവിയും അവർക്ക് 4-5 മക്കളുണ്ട്. അതിൽ ഭയങ്കര ശക്തിയുള്ള ദേവിയാണ് പള്ളിയാർ ഭഗവതി. അപ്പോൾ ചെറുമ്പക്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിക്കാളി പരക്കാളി എന്ന് പറയും. അത് പള്ളിക്കാളി പറഞ്ഞ പള്ളിയാർ ഭഗവതിയും പരക്കാളി പറഞ്ഞ പരക്കാട്ട് ദേവിയാണ്. അപ്പോൾ അവർ 2 ബ്രദേഴ്സ് സിസ്റ്റേഴ്സാണ്. കൊടിക്കാളി കുന്നേക്കാളി എന്ന് പറയും. കൊടിക്കാളി പറഞ്ഞാൽ കൊടിക്കാട്ടുകാവ്, കുന്നേക്കാളി പറഞ്ഞാൽ കുന്നത്ത്, അവിടെ ആലത്തൂർ ഇരട്ടക്കുളത്തേക്ക് പോണ പോലെ ഭഗവതി ക്ഷേത്രമുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. അതിൻ്റെ ഒരു സഹോദരിയാണ് ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത്, ചീറുമ്പ് ഭഗവതി. അവിടെ ഡെയിലി പൂജയും കാര്യങ്ങളൊക്കെ നടക്കും. ഈ അമ്പലത്തിൻ്റെ അതെ ആ കാണുന്നത്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഒരു ട്രസ്റ്റ് ഉണ്ട്, ശ്രീമംഗളം. അതിന് ട്രസ്റ്റിൻ്റെ ഓഫീസാണത്. അപ്പോൾ അവരുടെ ഉത്സവങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ഈ ട്രസ്റ്റാണ്. ഇതിൻ്റെ പിരിവും കാര്യങ്ങളും ബഡ്ജറ്റിങ്ങും. പിന്നെ തൊട്ട് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി ഓഫീസുണ്ട്. വേല എപ്പോൾ തീരണം, കൂട്ടാഴി കൊടുക്കൽ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ചുറ്റുമുള്ള അമ്പലങ്ങളുമായിട്ടുള്ള ഇതൊക്കെ നടക്കുന്നത് ഈ സമയത്താണ്.
അപ്പോൾ ഈ സമയത്ത് വന്നിരിക്കും നല്ല രസമല്ലേ, നല്ല തണുപ്പ്, നല്ല ഫുൾ ആൽക്കറകളും ഒരു രീതിയിലുള്ള വേറെ ഒരു രീതിയിലുള്ള ഒരു ഇതുമില്ല, ഒരൊറ്റ റോഡാണ് ഇത്. ഇതാണ് ഹൈവേ കണക്ട് ചെയ്യണത്. നേരെ പോയി നിൽക്കുന്നത് അഞ്ചുമൂർത്തിമംഗലം 5 അമ്പലങ്ങളുണ്ട്. ആ റോഡിന് ഹൈവേ ആയിട്ട് പോയി ജോയിൻ ചെയ്യും. ഞാൻ കേട്ടിരിക്കുന്നത് ഇവിടെ കുറേ ജയറാമിൻ്റെ പടങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ഞാൻ കേട്ടത് ഒന്ന് മലയാളി മാമന് വണക്കെന്നുള്ള സിനിമ, ഓക്കെ, അത് പിന്നെ ജയറാമിൻ്റെ തന്നെ പാർത്തൻ കണ്ട പരലോകം, അങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നു. ഈ രണ്ട് സിനിമയാണ് ഇവിടെ ഷൂട്ട് ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവർ കമൻറ്റ് ചെയ്യട്ടെ, പ്രേക്ഷകർ കൊടുക്കാം. വേറെ നിങ്ങൾക്ക്, അതായത് അഞ്ചുമൂർത്തിമംഗലത്തിൽ ശ്രീ മണങ്ങോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഞങ്ങൾ പറഞ്ഞ ഈ 2 സിനിമകൾ അല്ലാതെ വേറെ ഏതെങ്കിലും സിനിമകൾ ഷൂട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യും. പാലക്കാട് വേലകളുടെ ഒരു പ്രത്യേകതയാണ് വെടിക്കെട്ട്. നല്ല എല്ലാ വേലകളും അനുസരിച്ചിട്ടുള്ള വെടിക്കെട്ടായിരിക്കും. ജനനം മംഗലം മരണം എന്നാണ് വേലകളുടെ പൂരമായ പാലക്കാടിനെ കുറിച്ച് പറയുന്നത്. അതിൽ ലാസ്റ്റ് വേല നടക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇത് ശരിക്കും ഒരു അമ്പലത്തിൻ്റെ കഥയല്ല ഞാൻ ഇതുവരെ ശ്യാമിനോട് പറഞ്ഞത്. ഇതൊരു വിശ്വാസത്തിൻ്റെ കഥയാണ്. ഇവിടെ ഒരു തിരി തെളിയുകയും അതിനനുസരിച്ച് ഗ്രാമവാസികൾ അവരുടെ കഷ്ടത സമയത്ത് ഇവിടെ വന്ന് തൊഴുകുകയും അങ്ങനെ ഡെയിലി വിളക്ക് വെച്ച് ചെയ്തതിന് ശേഷം അതിന് ശേഷമാണ് ഈ ഏരിയ മുഴുവൻ അഭിവൃദ്ധിയായതും. ശരിക്കും പറഞ്ഞാൽ വന്നപ്പോഴാണ് സിനിമയിൽ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി നല്ല നേരിൽ കാണുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ട്. ഇപ്പോൾ മാത്രമല്ല ഭാഷ പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ചരിത്രവും ഐതിഹ്യമൊക്കെ ഒന്ന് അറിയാൻ പറ്റിയത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് കുതിരാൻ മലയെക്കുറിച്ചും അയ്യപ്പക്ഷേത്രത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ ആളുകളിൽ നിന്ന് ഒരുപാട് പോസിറ്റീവ് ഫീഡ്ബാക്കും എന്നെ പേഴ്സണലി വിളിച്ച് സംസാരിച്ചു. അത് ചെയ്തത് വളരെ നല്ലതാണ്. അറിയാത്തവർ ഇപ്പോൾ കുതിരാൻ മലയെക്കുറിച്ച് കുറേ ആളുകൾ മറന്നിരിക്കുകയാണ്, പഴയ ഓർമ്മകളിലേക്ക് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ഈ അമ്പലവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ ലൈഫ് അൺബോക്സ് ടീം നിങ്ങൾ ഈ ഒരു പൂർവ്വകാല ഒരു അമ്പലത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത്തരം പാലക്കാട് അമ്പലങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയണം, അല്ലേ ശ്യാം? അതെ, തീർച്ചയായിട്ടും.